നമ്മുടെ സവോള എന്തായി ചേച്ചി? കുറച്ചുകൂടെ വേണം. ഇരിക്കുമല്ലേ? അത് അങ്ങനെയുണ്ട്. ഈ നമ്മളെ കടയിൽ വരുന്ന ഒരാള് മിക്കവാറും ഒരു 95% അങ്ങനെയാണ്. കടയിൽ കയറി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഉള്ളത് വാങ്ങി കഴിച്ചിട്ടേ പോകാറുള്ളൂ. അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ഒന്നും കഴിക്കാൻ ഇല്ലല്ലേ? ശരി, അതില്ല. ഇല്ല, അങ്ങനെ വരാറില്ല, വളരെ റെയറായി. നമ്മള് ചില കടകളിലൊക്കെ പോകുമ്പോ ഭൂരിഭാഗം നടക്കില്ല. ചേട്ടാ പൊറോട്ട ഉണ്ടോ? ആണ്ട് കറിയെന്നുള്ള മറ്റേ നിറച്ചത് അതില്ലല്ലേ? എന്നാ നമുക്ക് അടുത്ത ഹോട്ടലിൽ പോകാം. അത് ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിലുള്ളവർക്കും മുഷിപ്പും വിഷമമാണത്. അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചിട്ട് പോകുമ്പോൾ ഇന്ന ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ പുള്ളി പോയെന്നത്. ഇത് അങ്ങനെയൊന്നും വരാറില്ല. ഉള്ളത് ഏതെങ്കിലും വാങ്ങി കഴിച്ച് കൃത്യമായിട്ട് തന്നെ പോകും. ഏതായാലും വാങ്ങിച്ച് കഴിച്ച് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് തന്നെ പോകും. ഉപ്പ്, കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട്. അത് കനലങ്ങ് വെന്തോ. കനലങ്ങനെ വെന്തോണ്ടിരിക്കും. കഴിക്കാണ്ട് ഞാൻ പോകില്ല. അത് അങ്ങനെ പ്രതീക്ഷിക്കണ്ട, കഴിച്ചിട്ടേ പോകും. അവസാനം ഫോണില്ലല്ലോ എന്നൊക്കെ പറയരുതിട്ടൊക്കെ. കാരണം ദൈവാനുഗ്രഹിച്ച് അത്യാവശ്യമുള്ളത് തന്നിട്ടുണ്ടല്ലോ. അതുപോലെ അമിതമായ ആഗ്രഹം വെച്ച് ഉദ്ദേശിച്ചത് അത്യാവശ്യമുള്ള തന്നിട്ടുണ്ടല്ലോ. ഇനി അമിതമായി വേണോ നല്ലല്ലോ. അതല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളകി. അത് ശരിക്കും വഴണ്ട് തുടങ്ങിയില്ലല്ലോ. ഒരുവിധം ഇങ്ങനെ വഴറ്റി ഇരിക്കുകയാണ്. നല്ലതല്ലേ? അല്ല, ഈ പുകയും ബാക്കിയെല്ലാം പ്രഷർ ഉണ്ടാവില്ല. സൈനസൈറ്റിസ് ഉണ്ടാവില്ല. പല കാര്യങ്ങളുണ്ട്. ഇതാണ് ചില വാക്കുകളൊക്കെ. മല്ലിപ്പൊടി ഇപ്പം ചുമ ഒഴിവല്ലോ. പിന്നെ അതുമല്ല കറക്റ്റ് വെന്റിലേഷൻസും ഉണ്ട് ഇതിനകത്ത്. കാറ്റില്ല, അധികം പുക അങ്ങനെ തങ്ങി നിൽക്കാറില്ല. ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ മല്ലിപ്പൊടി ഇട്ടു, അപ്പം മുളക് പൊടി ഇട്ടു. നമ്മുടെ ബീഫ് റോസ്റ്റിനുള്ളതാ. അപ്പാവും ആ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറണത് മൂക്കണം. ചേച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ? അല്ല, 3 പേരുണ്ട്. ഒരു പെണ്ണുങ്ങൾ 3 പേരുണ്ട്. 3 പേരുണ്ട്. സ്റ്റാഫ് മറ്റുള്ളവർ ഇപ്പം 4 പേരുണ്ട്. മൊത്തം 7 പേരുണ്ട്. 9 പേരുണ്ടായിരുന്നു. 2 പേര് ഇപ്പോൾ ലീവിലാണ്. അപ്പോൾ നമ്മുടെ ആ മസാലയിലോട്ട് വെച്ചിട്ടുള്ളൂ. നമ്മൾ ബീഫ് ഇട്ടേക്കും. ഇത് ഒന്ന് വേവിച്ച് വെച്ചേക്കുമല്ലേ? അപ്പോൾ ഒരു വേവ് കഴിഞ്ഞതാണ്, നന്നായിട്ട് വേവിച്ച് ഇട്ടതാണ്. ആ ബീഫ് നമ്മൾ അതിനകത്ത് തട്ടിയിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ വന്ന് ഇങ്ങനെ ഇളകാൻ വേണ്ടി നിൽക്കുക. ഒന്നിട്ട് ഇളക്കുന്നുണ്ട്. വെള്ളം കുടിക്കും. ദാഹം.
ബീഫ് ഫ്രൈ ആണോ റോസ്റ്റാണോ? അല്ല കുറച്ച് ഗരം മസാല. ശരി, നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഫ്രഷ് മീൻ കൊടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അത് പറയാം. ഫ്രഷ് മീൻ, ഫ്രഷ് സാധനങ്ങൾ എല്ലാം. അജിനമോട്ട അങ്ങനത്തെ ഒരു മായങ്ങളില്ല. മായങ്ങളുമില്ല. എല്ലാം നമ്മൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് അല്ലേ, ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ കടയിലോട്ട് പോകാം, കഴിക്കാന്നൊരു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്ക് അങ്ങോട്ട് പോകാം. ചേച്ചി വളരെ നന്ദി, താങ്ക് യു. ഞാൻ എന്തായാലും കഴിക്കുന്നുണ്ട്, കഴിച്ചിട്ടേ പോകും. എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കപ്പ, ഞണ്ട് ഒരു ഒന്നേന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ട്, നമ്മുടെ റോസ്റ്റുകൾ. ഇപ്പം എന്തായാലും അധികം ഇങ്ങനെ താമസിക്കണ്ടല്ലോ, കഴിച്ചു തുടങ്ങിയേക്കാം. അതായത് നമ്മുടെ ചിക്കൻ റോസ്റ്റ്, നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇട്ടുണ്ട്. അപ്പോഴേക്കാ നമ്മുടെ പുതിയ ബ്രാഞ്ചസ് എന്തെങ്കിലും വരാൻ ഇനിയുണ്ട്, മീനുകളുണ്ട്. മീൻ ഐറ്റംസ് ഒന്നും വന്നില്ല. അല്ല ബ്രാഞ്ചസ് നമ്മുടെ പുതിയ ശാഖകൾ എവിടെയെങ്കിലും അങ്ങേപ്പുറത്ത് തുടങ്ങുന്നുണ്ട്. അപ്പുറത്ത് കൊടുത്തു തുടങ്ങുന്നുണ്ട്. ഇതിനോടൊക്കെ ചെയ്തില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് മുന്തി പോകുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറയാം, അങ്ങനെ ഇഷ്ടപ്പെടാത്ത രീതിയിലല്ല, എന്നാലും ഇഞ്ചിയാണ് കൂടുതൽ വെക്കുന്നത്. ഇഞ്ചി മരണം നല്ലതാണ്, കുഴപ്പമില്ല. ബീഫ് ഞങ്ങൾ അങ്ങോട്ടൊക്കെ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി ലൂസായിരിക്കും. നമ്മുടെ ബീഫ് ഫ്രൈ പോലെ നല്ല ഡ്രൈ ആയിട്ടാണ് റോസ്റ്റ് കിട്ടുന്നത്. ഇത് ഫ്രൈഡ് ഒരു സിസ്റ്റം. ചവയ്ക്കുന്നവർ ആ കുരുമുളകും വന്ന് നമ്മൾ ശരിക്കും മൗത്തിൽ വായിൽ വെള്ളം ഊറുന്നുണ്ട് ശരിക്കും. സീരിയസ്ലി ഇത് ബീഫ് കഴിച്ചപ്പോൾ എനിക്ക് ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറാണ്ട് തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ, നല്ല രീതിയിൽ എനിക്ക് വെള്ളം ഊറുന്നുണ്ട് വായിലല്ലേ. വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ അമ്പിയേച്ചിയുടെ കൈപുണ്യം. അല്ല, നമ്മളിങ്ങനെ ആഹാരം നല്ല രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്തായാലും വളരെ നന്ദിയുണ്ട്, മനസ്സ് നിറഞ്ഞ് നല്ല ചിരിയോടെ നല്ല രീതിയിൽ ഇതെല്ലാം വെച്ച് വിളമ്പി തന്നേന്. നമ്മുടെ ശിവഗിരി അല്ല അങ്ങോട്ട് പോകണം, അല്ല ഇത് ശാന്തിഗിരി. സോറി, ശിവഗിരി ശാന്തിഗിരി മാറിപ്പോയി, ക്ഷമിക്കുക, സോറി. ശാന്തിഗിരിയിലോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ കഴക്കൂട്ടത്തുനിന്ന്. സൈനിക് സ്കൂൾ കഴിഞ്ഞിട്ട് കിൻഫ്രയ്ക്ക് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ആഫിയ ആൻഡ് മുഹമ്മദ് ഹോട്ടൽ, നല്ല നാടൻ ഭക്ഷണം കിട്ടും. ഇങ്ങോട്ട് വന്നോളൂ, ഈ ഹൈവേ കൂടെ ബൈപ്പാസിൽ പോണവർ ഇവിടെ കയറിയ നല്ല ഒന്നാന്തരം ഫുഡ് കിട്ടും. വരിക, കഴിക്കുക. അപ്പം വളരെ നന്ദിയുണ്ട്. അമ്പേജിലും വളരെ നന്ദിയുണ്ട്.